സ്ലഷി. എന്തൊരു രസമാണ് അത് കാണാനായിട്ട്, ഒരു പ്രത്യേക ഭംഗി കേട്ടോ. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ ഒരു വ്യൂ തന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു നല്ലൊരു വ്യൂ ആണ് നമുക്ക്. അപ്പം ഈ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റോഡ് നല്ല നല്ല ശോകമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് സീനായിട്ടാണ് റോഡ് കിടക്കുന്നത്. ഓഹോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറാണ്. അതായത് മൂന്നാറിൽ നിന്ന് വട്ടവട പോകുന്ന റൂട്ടിലാണുള്ളത്. ജസ്റ്റ് ഈ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയതാണ്. പെട്രോൾ അടിക്കാനല്ല, ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് എയർ ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ 2 വണ്ടിയുണ്ട്. നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് നേരെ വട്ടവടയ്ക്ക് പോവുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് സംസാരിക്കാം. സോ യാ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വട്ടവട റൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അതായത് ഈ ഒരു റൂട്ട് നേരെ നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ അവിടുന്ന് വട്ടവട അങ്ങനെ പോകുന്നതാണ്. അതായത് മാട്ടുപ്പെട്ടി ഡാം ആ ഒരു റൂട്ടാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സീനിക്കായിട്ടുള്ള റൂട്ടാണ്. അത്യാവശ്യം നല്ല തേയിലയും ഇത് ആൾക്കാരെല്ലാം തേയില കാണാൻ വേണ്ടിയൊക്കെ ഇറങ്ങിയൊക്കെ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ട് കേട്ടോ. ഇന്ന് നല്ല രീതിക്ക് ക്രൗഡുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ ഒരു റൂട്ടിൽ. വെറുതെ ഒരു രസം. ഓ മൈ ഗോഡ്. ജസ്റ്റ് ഒരു ഓഫ് റോഡ് ഒന്ന് കയറിയതാ കേട്ടോ. വെറുതെ ഒരു രസം. നമ്മളെ ബ്രോയും പറയുന്ന കയറി വന്നിട്ടുണ്ടായിരുന്നു. ഓ ബ്ലോക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ പറഞ്ഞ പോലെ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ക്രൗഡുണ്ട് കേട്ടോ. സോ ആ ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആ ഒരു ഇതുപോലത്തെ ഈ ഒരു യൂക്കാലി ആയിരുന്നല്ലോ ഇവിടെ ഫുള്ള്. അപ്പോൾ ആ ഒരു മരങ്ങൾ ഫുള്ള് ഇത് അവിടെ മൊത്തം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ ആയിട്ടുണ്ട്. ഇവിടെയും ബ്ലോക്കാണ് ഗുയിസ്. എന്തവസ്ഥയാണെന്ന് നോക്കണേ, മൊത്തം ബ്ലോക്കാണല്ലോ. ഓ മൈ ഗോഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു മാട്ടുപ്പെട്ടി ഡാം ഏരിയ കേട്ടോ. അത് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല ക്രൗഡായിട്ടും ഉണ്ട്. ഇവിടെ നോക്കിയേ, ആ ഒരു ആനേനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയ ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആനകളെ ഒന്നും കാണാനില്ല, ഒന്നുമില്ല കേട്ടോ. പക്ഷെ ആനേനൊന്നും കാണാൻ പറ്റിയില്ലല്ലോ. അയ്യോ, അതൊരു സങ്കടകരമായ ഒരു ഇതായി പോയല്ലോ. സോ നമ്മളിത് ജസ്റ്റ് ഈ ഒരു ഡാമിൻ്റെ ഇങ്ങോട്ട് വണ്ടി ഇറക്കുക കേട്ടോ. ഡാമല്ല, അതിൻ്റെ ഇപ്പുറത്തൊരു സ്പോട്ടുണ്ടല്ലോ, ഒരു എന്താ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ വരുന്ന വഴിക്കുള്ളതാണ്. നമുക്ക് ചുമ്മാ ജസ്റ്റ് ഇല്ല അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ. നേരെ ഫ്രണ്ടിലേക്ക് വണ്ടി കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. യാ ബ്രോ. ഇവിടെ ആൾക്കാർ വണ്ടിയൊക്കെ കൊണ്ട് കഴുകുന്നതാണെന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുക കേട്ടോ. ഓക്കെ, നമ്മളിത് അവിടെ നിന്നെല്ലാം കയറി തിരിച്ച് വന്നു. സെറ്റപ്പായിരുന്നു കേട്ടോ ആ ഒരു റൂട്ട്. ഐ ലൈക്ക് ഇറ്റ്. സോ നമ്മൾ ഇനിയിപ്പം നേരെ അങ്ങോട്ട് പോവുകയാണ്. അതായത് ടോപ്പ് സ്റ്റേഷനിൽ ചിലപ്പോഴേ ഇറങ്ങാൻ ചാൻസ് ഉള്ളൂ. കാരണം അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് കേട്ടോ. ആ ഒരു ക്രൗഡ് ഉള്ളതുകൊണ്ട് തന്നെ
അവിടെ ഇറങ്ങുന്നത് അത്ര നല്ല കാര്യമായിരിക്കത്തില്ല, ഒരു വൈബ് കാണത്തില്ല. യൂഷ്വലി എനിക്ക് അങ്ങനെ ക്രൗഡുള്ളൊരു ഏരിയയിലേക്ക് പോകുന്നതിനോട് താല്പര്യമില്ലാത്ത കാര്യമാണ്, പിന്നെ സാഹചര്യങ്ങൾ മൂലം പോകുന്നതുമാണ്. ബട്ട് ഇറ്റ്സ് ഫൺ, യാ. ബട്ട് ദിസ് ഈസ് മോർ ഫൺ. ലൈക്ക് നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുന്നതും അതൊക്കെ ഉള്ളൂ ഒരു എന്താ പറയുക, ഒരു രസം. നമ്മുടെ റൈഡ് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം സ്ഥലം കാണാൻ മാത്രമല്ല, നമ്മൾ ആ ഒരു റൈഡ് എൻജോയ് ചെയ്യാനും ഒരു വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീൽ എൻജോയ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയല്ലേ. സോ ഐ ലൈക്ക് ദിസ് മോർ. ഓ ശരിക്കും അതേന്ന് ഇതടിക്കുന്നുണ്ട് കേട്ടോ, കല്ല്. അതായത് ആ ഒരു ഭാഗമെല്ലാം ഫുൾ അത്യാവശ്യം നല്ല ആ ഒരു ഇതിലാണ് കേട്ടോ കിടക്കുന്നത്. ഓ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ റോഡ് വീണ്ടും ഒരു ശോകാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിനിതൊന്നും ഒരു വിഷയമുള്ള കേസല്ല, പക്ഷെ നമുക്ക് എന്തൊരു രസമാണ് അത് കാണാനായിട്ട്, ഒരു പ്രത്യേക ഭംഗി കേട്ടോ. സോ ഗൈസ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോണ റെയിൻ. മഴ പെയ്യാൻ നല്ല ചാൻസ് ഞാൻ കാണുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെടും. ഓ മൈ ഗോഡ്, എനിക്കറിയാൻ പാടില്ല മഴ പെയ്ത് കഴിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന്. ഓ സീൻ. ഓക്കെ പുഷ്, നമ്മളിത് ഈ ഒരു പാലത്തേക്കൂടെ ഇങ്ങനെ പോകുക കേട്ടോ. ഈ ഒരു സൈഡ് മൊത്തം വെള്ളമാണ്. ഇത് ഡാമാണെന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല. ഇവിടെ ജസ്റ്റ് നമ്മളിത് കയാക്കിങ് കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ല അവിടെ വെച്ച് കയാക്കിങ് ഉണ്ടെന്ന്. സോ അത് കണ്ടുകൊണ്ട് ജസ്റ്റ് ഇറങ്ങിയതാണ് കേട്ടോ. നമ്മളിത് കയാക്കിങ് ചെയ്യാൻ വന്നിട്ട് കയാക്കിങ് ചെയ്യുന്നില്ല, കാരണം അത്യാവശ്യം 1.25 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനിയിപ്പോൾ നേരെ ഇവിടുന്ന് തിരിച്ചു പോകണം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ചകളെന്ന് പറയുന്നത്. അത്യാവശ്യം ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ നേരെ വട്ടവടയ്ക്ക് തന്നെ വിടുവാണ്. കോസ് ടൈം മാറ്റേഴ്സ്. അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. വേറൊരു സാധനവും ഇല്ല ഇവിടെ, അതും ഒരു പ്രശ്നമാണ്. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കാണ്, അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ ഇറങ്ങുന്നതിന് പാർക്കിംഗ് ഫീസായിട്ട് ബൈക്കിന് 10 രൂപയാണ്. അപ്പോൾ നമ്മൾ ബൈക്ക് മാത്രമേ എടുത്തുള്ളൂ. കാറിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അവിടെ ഇറങ്ങുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, അപ്പുറത്തിട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. അവിടെ കൊണ്ടുപോകുന്നതിലും ഭേദം മണ്ടയിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് ഒരു ശകലം നടന്നാൽ മതി, അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ബ്ലോക്ക് എങ്ങാനും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടുപോകും നമ്മൾ. ജസ്റ്റ് ഇതേ വരുന്ന വഴിക്ക് വണ്ടി ഇവിടെ നിന്ന് നിർത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടി നിർത്തിയത് കേട്ടോ. ഇത് നോക്കിയേ, അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ഈ ഒരു വ്യൂ തന്നെ, ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു നല്ലൊരു വ്യൂ ആണ് നമുക്ക് ആ ഒരു ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ നമുക്ക് ആ ഒരു അവിടെ നിന്ന് കിട്ടുന്ന ഓൾമോസ്റ്റ് സിമിലർ വ്യൂ ആണ് ഇവിടെ നിന്നാലും കിട്ടുന്നത്. കാരണം അവിടെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്രൗഡ് കാണും കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങുന്നതിനോട് ഞങ്ങളാരും അത്ര യോജിക്കുന്നില്ല. സോ അവിടെ നിർത്തി ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് കണ്ട് ഇവിടെ നിന്നാലും നമുക്ക് കിട്ടും കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് അത്രയ്ക്ക് കിട്ടത്തില്ലായിരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ. യാ കണ്ടില്ല എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ലൈക്ക് ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ആ ചെക്ക് പോസ്റ്റ് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരെ വട്ടവട റൂട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആ ഒരു ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ താണ്ടി നമ്മളിങ്ങോട്ട് പോകുന്നു കേട്ടോ. പക്ഷെ അവിടെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ക്യാമറ ഓൺ ആക്കിയില്ല, അതാ പറ്റിപ്പോയത്. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പം ഈ ഒരു കുറച്ച് ഭാഗത്ത് നമുക്ക് വണ്ടിയൊന്നും അങ്ങനെ നിർത്താനൊന്നും പറ്റത്തില്ല നമുക്ക് നേരെ, അതുകൊണ്ട് സോ എന്തായാലും നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ അല്ലേ. ലൈക്ക് എന്താ പറയുക, ഇവിടെ നമുക്ക് ഭാഗ്യമുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു ഗവർണയൊക്കെ കാണാൻ പറ്റും. അതായത് നമ്മുടെ ആ ഒരു കാട്ടിലെ ആ ഒരു ഇതില്ലേ, അയ്യോ അതിൻ്റെ പേരെന്നായിരുന്നു, ബൈസൺ ഒക്കെ കാണാൻ പറ്റും. അതേ ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ ചുമ്മാ പുല്ലയിലൊക്കെ കിടന്ന് എൻജോയിങ്. ഫുള്ളി കൊള്ളാമല്ലോ. ലൈക്ക് ഒരു തവണ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് കുറേ നേരം ഇവിടെ നിർത്തി.
ഈ ഒരു ഏരിയയൊക്കെ നോക്കിക്കേ. വാവ്, നൈസല്ലേ. ഇവിടെ ഇഷ്ടംപോലെ ഇതുപോലത്തെ ഈ യൂക്കാലി മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ കുറച്ച് അപ്പുറത്തുള്ളതൊക്കെ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ദിസ് ഈസ് സൂപ്പർ അല്ലേ, ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി. ഇത് എന്നാ പീസ്ഫുള്ളാണെന്നറിയാവോ, വേറെ ഒരു സൗണ്ടും ഇല്ല. കണ്ടോ ആ തടിയെല്ലാം വെട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പം ഗൈസ്, ഇതേ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെട്ടു എന്നാണ് തോന്നുന്നത്. നമ്മൾ പെട്ട് കേട്ടോ. വഴിയൊന്നുമല്ല കേട്ടോ പെട്ടത്, പക്ഷേ മഴ ചാറുന്നുണ്ട്. ഇത് നോക്കി, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞ് കുളിക്കും സുഹൃത്തുക്കളെ. റോഡ് നല്ല നല്ല ശോകമാണ് കേട്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് സീനായിട്ടാണ് റോഡ് കിടക്കുന്നത്. റോഡ് സ്ലിപ്പറിയുമാണ് ഗുയ്സ്, ചെറുതായിട്ട് തെന്നുന്നുണ്ട്. കാറും തന്നെയാണ് പോകുന്നത്. ഓഹോ, ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു വീല് പൊങ്ങിപ്പോയത്. അത്യാവശ്യം നല്ല കുഴിയാണ്, വഴി അത്യാവശ്യം നല്ല ചെളിയായിട്ടാട്ടോ കിടക്കുന്നത്. സ്ലഷി. പിന്നെ നമ്മുടെ ഇതിൻ്റെ പുറകിൽ മൽഗാടും ഇല്ലാത്തതുകൊണ്ട് ചെളിയിൽ കൂടെ ഒക്കെ പതുക്കെ പോകണം. Can go. Oh my god. Bro, remove that shirt. Guys, മഴ പെയ്യാൻ തുടങ്ങി ഗൈസ്. നമുക്കാണെങ്കിൽ പറയും മഴക്കാടുമില്ല. എനിക്കാണെങ്കിൽ പതുക്കെ പോകാനും പറ്റത്തുള്ളൂ. അല്ലേ, ഇപ്പം മഴക്കാടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തല്ലേ, ലെറ്റ്സ് എൻജോയ്. ചെറിയ ചെളിയാവുന്നല്ലേ ഉള്ളൂ, നോ പ്രോബ്ലം, കഴുകാം, ഒന്നും വിഷയമുള്ള കേസല്ല. കുറച്ച് നല്ല സീനാണ്. വിറ്റ് ഞാൻ വണ്ടിയുടെ പുറകെ നിങ്ങളെ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ലൈക്ക് ഇറ്റ്സ് റിയലി ബാഡ്. ഞാൻ ഇരിക്കുന്നിട മൊത്തം ചെളിയായിരിക്കും. ഇതാകട്ടെ വണ്ടിയുടെ അവസ്ഥ. ഇതാ പറയുന്നത് മഡ് ഗാർഡ് വെക്കണമെന്ന്. നമുക്കിങ്ങനെ വളഞ്ഞ് കയറി പോകണം കേട്ടോ. എനിക്കാണെങ്കിൽ സീനാണ് ഗുയ്സ്, കണ്ടില്ലേ. അപ്പം വണ്ടി ഇതേ വന്ന ഉടനെ മൊത്തം ഒന്ന്. അപ്പം നമ്മളിത് ഇവിടെ വന്നു, പക്ഷേ ഇതേ മഴ പെയ്യും കേട്ടോ. അതായത് ഇത് കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ട മഴ പെയ്യുന്ന കണ്ട. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഞാൻ വന്ന ഉടനെ ഇതാക്കി കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതേ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇതാ കേട്ടോ നമ്മുടെ ഹോട്ടലിൽ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളും ഒക്കെ കണ്ട. ഹൗസ് ഇറ്റ്